الله أكبر الله أكبر. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സ്നേഹധർമ്മരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഒന്നഴിയാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നെ മറക്കാതെ തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിലുള്ള തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യ ശരീരത്തിലെ റൂഹ് ശരീരത്തിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ അതിൽ പിന്നെ ആ വ്യക്തി മരിച്ചു, മരണപ്പെട്ടു എന്ന് വിധിക്കപ്പെടുന്നു. പിന്നീട് തുടർ നടപടികളിലേക്ക് പരലോകത്തേക്കുള്ള യാത്ര ഓരോ വ്യക്തിയും ആരംഭിക്കുകയാണ്. അവൻ്റെ പരലോക ജീവിതം റൂഹ് വേർപ്പെടുന്നതോടുകൂടി ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറഞ്ഞു, വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം ശാശ്വതത്വം നൽകിയിട്ടില്ല. ഈ ദുനിയാവിലാരും നിത്യവാസികളായി ഇരുന്നിട്ടില്ല. അഫഇൻ മിത്ത ഫഹുൽ ഖാലിദൂൻ, എന്നിരിക്കെ താങ്കൾ എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ താങ്കളെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ആ അവിശ്വാസികളും ശാശ്വതരായി ഇരിക്കുമെന്നാണോ അവർ കരുതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിരുന്നുവെങ്കിൽ അതോടുകൂടി ശല്യം അവസാനിക്കും എന്ന് മുശ്രിക്കുകൾ ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ സത്യനിഷേധികൾ ഏറെ ആഗ്രഹിച്ചു. അതിനുള്ള മറുപടി എന്നോണമാണ് അല്ലാഹു തആല ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത്. താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം ഈ ഭൂമിയിൽ നിത്യവാസം നൽകിയിട്ടില്ല. നബിയെ, നിങ്ങളും മരണപ്പെടും. താങ്കളും മരണപ്പെടുകയാണെങ്കിൽ എന്നിരിക്കെ താങ്കൾ നിഷേധിക്കുന്ന, കളവാക്കുന്ന ഈ സത്യനിഷേധികൾ ഇവിടെ നിന്നും ശാശ്വതരായിരിക്കുമെന്ന് അവർ മോഹിക്കുകയാണോ? അതൊരിക്കലും ഉണ്ടാവുന്നതല്ല. നബിക്കും മരണമുണ്ട്. നബിയെ നിഷേധിക്കുന്ന സത്യനിഷേധികൾക്ക്, അല്ലാഹുവിൻ്റെ ശത്രുക്കൾക്കും മരണമുണ്ട്. മരണത്തിൽ പിന്നെയാണ് ഇരു വിഭാഗങ്ങൾക്ക് ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി നടപ്പിലാക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ ഖുർആൻ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, മരണത്തിന് വേദനയുണ്ടെന്നും അത് ഓരോ ശരീരവും ആത്മാവും അനുഭവിച്ചറിയുമെന്നുമുള്ള ഉണർത്തലുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ രുചിക്കുന്നതാണ്, അത് അനുഭവിക്കുന്നതാണ്. കുല്ലു നഫ്സിൻ, ഒരു നഫ്സും അതിൽ നിന്ന് ഒഴിവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ച എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കുമെല്ലാം എപ്പോഴാണ് എന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, പക്ഷെ ഉറപ്പായി നമ്മുടെ മേൽ സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സും, ഒരാളെ ഒഴിവാക്കിയിട്ടില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ രുചിക്കുന്നതാണ്, അനുഭവിച്ചറിയുന്നതാണ്. വ ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ, പരലോകത്താണ് പ്രതിഫലം പൂർത്തിയായി നൽകപ്പെടുന്നത്. ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത് അത് പരലോകത്ത് വെച്ചായിരിക്കും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിച്ചത്, അവനാണ് വിജയിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കി. ശേഷം ദുനിയാവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ നിസ്സാരതയും അത് വഞ്ചനയാണെന്നും ഓർമ്മപ്പെടുത്തി. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ദീന മറന്ന്, പടച്ചവനെ മറന്ന്, പരലോകം മറന്ന് വർഷങ്ങൾ നീണ്ട അധ്വാനം, വലിയ സമ്പാദ്യവും സാമ്രാജ്യവും കെട്ടിപ്പടുക്കുമ്പോൾ വഞ്ചനയിലായേക്കാം ഒരുപക്ഷെ മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി ഒന്നും അവൻ കൊണ്ടുപോകുന്നില്ല. അവനെ കഫൻ ചെയ്യുവാനുള്ള തുണികളായിട്ടല്ലാതെ അവൻ ഉടുത്തിരുന്ന മുന്തിയ വസ്ത്രങ്ങൾ കബറിലേക്ക് വയ്ക്കപ്പെടുകയില്ല. അവൻ സഞ്ചരിച്ചിരുന്ന വില കൂടിയ വാഹനങ്ങൾ പിന്നെ അവൻ്റേതല്ല. അവൻ പാർത്തിരുന്ന മണിമാളികകൾ പിന്നീട് അവന് വിശ്രമിക്കാൻ ഉണ്ടാവുകയില്ല. എല്ലാവരും പാവപ്പെട്ടവൻ ചെന്നെത്തുന്ന മണ്ണിൽ തന്നെയായിരിക്കും കോടീശ്വരനും ചെന്നെത്തുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തി. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. എവിടെയായിരുന്നാലും നമ്മൾ ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര മെച്ചപ്പെടുത്തിയാലും, എത്ര ബുദ്ധിയ ചികിത്സ നടത്തിയാലും, എത്ര സേഫായ സോണിൽ ഇരുന്നാലും മരണം അങ്ങോട്ടേക്ക് എത്തും എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട സുഭദ്രമായ മാളികകളിൽ, കൊട്ടാര സമാനമായ ഭവനങ്ങളിൽ നിങ്ങൾ ഇരുന്നാലും മരണം നിങ്ങളെ കണ്ടുമുട്ടും എന്ന സൂറത്തു നിസാഇലെ 78-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സ്ഥലത്ത് വെച്ചാണ് മരണപ്പെടുക എന്നും നമുക്കാർക്കും തീരുമാനിക്കാൻ കഴിയുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, നാളെ എന്താണ് താൻ സമ്പാദിക്കുക എന്ന്, തൻ്റെ മേൽ എന്താണ് വിധി എഴുതപ്പെട്ടത് ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും നിഗമിക്കാൻ കഴിയുകയില്ല. ഏതിടത്തിൽ വെച്ചാണ് മരണപ്പെടുക എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദ്, ഒരു സ്ഥലത്ത് വെച്ച് ഒരടിമയെ അല്ലാഹു മരിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹ ഹാജ, ആ സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടി അല്ലാഹു അവനൊരു ആവശ്യം വിട്ടുകൊടുക്കും. ഒരു യാത്രയായിരിക്കാം, എങ്ങനെയാണോ അവൻ മരിക്കേണ്ടത്, എവിടെ വെച്ചാണോ മരിക്കേണ്ടത്, അതിനുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി സൃഷ്ടിച്ചെടുക്കും. ആ അടിമയെ മരിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവനെ തെളിച്ചു കൊണ്ടുപോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് മരണചിന്ത എന്നുള്ളത്. മരണചിന്ത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു വിശ്വാസിക്ക് സദാ മരണചിന്ത ഉണ്ടാകണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, പരലോക ബോധമില്ലാത്ത സ്വഭാവം അത് സത്യനിഷേധികളുടെയും കപടരുടെയും സ്വഭാവമാണ്. ഒരു മുഅ്മിൻ സദാ അവന്റെ മനസ്സിൽ നാളെയെക്കുറിച്ച്, തൻ്റെ അവസാനത്തെക്കുറിച്ച്, ദുനിയാവിൽ നിന്ന് വിടവാങ്ങേണ്ട വിധാവിനെ സംബന്ധിച്ച് ബോധവാനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, സകല ആസ്വാദനങ്ങളെയും ഭേദിച്ചു കളയുന്ന കാര്യത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. അതെന്താണ്? എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന കാര്യം അത് മൗത്താണ്. പിന്നെ ഭക്ഷണം കഴിക്കാനില്ല, പിന്നെ തനിക്ക് പാർക്കുവാൻ ശീതീകരിച്ച മുറികളില്ല, സഞ്ചരിക്കുവാൻ വാഹനങ്ങളില്ല, കൂടെ ഇണയില്ല, സന്താനങ്ങളില്ല, സുഹൃത്തുക്കളില്ല, ക്ലബ്ബുകളില്ല, ഇതൊന്നുമില്ലാതെ എല്ലാം വേർപിരിഞ്ഞുകൊണ്ട് തൻ്റെ സമ്പാദ്യമില്ല, എല്ലാം വിട്ടൊഴിഞ്ഞ് എല്ലാ ആസ്വാദനങ്ങളിൽ നിന്നും ഒരു വിട പറയാൻ, പരിപൂർണമായി ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളിൽ നിന്ന് അവൻ മുക്തനാകൽ, അതിനെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കുക എന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ ധാരാളം ഓർത്താനുള്ള ഒരു ഗുണം കൂടി നമ്മെ പഠിപ്പിച്ചു. കുടുസതയിൽ ബുദ്ധിമുട്ടായ ജീവിതം നയിക്കുന്ന ഒരു അടിമ മരണത്തെ ധാരാളമായി ഓർക്കുന്നുവെങ്കിൽ ഇല്ല വസ്അഹു അലൈഹി, ആ മരണചിന്ത അവന് ദുനിയാവിന്റെ വിഷയത്തിൽ വിശാലത നൽകും. കാരണം പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരു നാൾ മരണപ്പെടേണ്ടതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ദുനിയാവിലെ ഈ പ്രയാസങ്ങൾക്ക് ഒരു അറുതിയുള്ള ഒരു നാളിനെ അവൻ ആലോചിക്കുന്നു. താൻ ക്ഷമിച്ചതിനും പ്രതീക്ഷിച്ചതിനും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം കാക്ഷിക്കുന്നു. അതിലൂടെ അവൻ ആ പ്രയാസം ലഘൂകരിക്കപ്പെടുകയും അവൻ വിശാലമാവുകയും ചെയ്യും. ഇതാണ് മരണചിന്ത വർദ്ധിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശാലതയുള്ള എല്ലാ പിന്നെ ചുറ്റുപാടെല്ലാം വളരെ നല്ലതാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല, മെച്ചപ്പെട്ട ഒരു കുടുംബജീവിതമാണ് നയിക്കുന്നത് എന്ന് വിചാരിച്ചാൽ തന്നെയും അവനും മരണചിന്ത വർദ്ധിപ്പിക്കുന്ന പക്ഷം ഇല്ല ദയ്യഖഹു അലൈഹി, അവന് മനസ്സിലാവും ഈ ദുനിയാവ് കുടുസാണ്, ഇതെല്ലാം എന്റേതല്ലാതായി തീരുന്ന നിമിഷങ്ങളുണ്ട്, ഞാൻ പരലോക യാത്രയ്ക്ക് ഒരുങ്ങേണ്ടതുണ്ട് എന്ന ബോധ്യം അവനിൽ ഉണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരൻ, അതുകൊണ്ട് മരണചിന്ത നമുക്കുണ്ടാവുക. മരണചിന്ത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സുഖസൗകര്യങ്ങളും നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മുടെ ആസ്വാദനങ്ങളൊക്കെ വിട്ടുപോകേണ്ടി വരുമല്ലോ, പിന്നെ നമ്മുടെ കുടുംബത്തിന് ആരാണുള്ളത്, നമ്മുടെ മക്കൾക്ക് ആരാണുള്ളത് എന്ന ചിന്തയല്ല, അത് കുടുസായ ചിന്തയാണ്. അത് സാധാരണ മനുഷ്യരുടെ ഫിത്രത്തിൽ അലട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ പോയ പിന്നെ ആരാണ്? ശരിക്കും നമ്മൾ പോയാൽ പകരക്കാർ അല്ലാഹു നിശ്ചയിക്കും. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളൊന്നും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരക്കാരെ നൽകിയിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ അവരും ഒരു നാളിൽ നമ്മോടൊപ്പം മണ്ണിലേക്ക് ചേരേണ്ടവരാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് മരണശേഷം നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ്. അതാണ് യഥാർത്ഥ മരണചിന്ത എന്ന് പറഞ്ഞത്. നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം അതോടുകൂടി അവസാനിക്കുന്നുവല്ലോ. ഇങ്ങനെയൊന്നും ആയാൽ പോരല്ലോ, മാറ്റങ്ങൾ ഇനിയും അനിവാര്യമാണല്ലോ. എൻ്റെ ജീവിതത്തിലെ തിന്മകൾ ഇനിയും വെടിയാനുണ്ട്, നന്മകൾ ഇതൊന്നും മതിയാവുകയില്ല, എൻ്റെ പാപങ്ങളെ നിഷ്ഫലമാക്കാൻ എൻ്റെ ഹസനാത്തുകൾ, നന്മകൾ ഇത് മതിയാവുകയില്ല എന്ന ചിന്ത. മരണം വന്നാൽ തീർന്നു അവസരം. പിന്നെ പ്രതിഫലം വാങ്ങാനുള്ള വേദി ഒരുങ്ങിക്കഴിഞ്ഞു. ബർസഖിലും മഹ്ശറിലുമായി ഞാൻ ഇനി യാത്ര തുടരേണ്ടതുണ്ട്. എൻ്റെ ഭവനത്തിലേക്ക് എനിക്ക് അന്തിമമായി എത്തിച്ചേരേണ്ടതുണ്ട്. അത് മൗത്തിലൂടെ തീരുമാനിക്കപ്പെടും എന്ന ഒരു ആലോചനയാണ് നമുക്കെല്ലാം ഉണ്ടാകേണ്ടത്. നേരെ തിരിച്ച് ദുനിയാവിനെ കുറിച്ചുള്ള ആദിയാണെങ്കിൽ മരണചിന്ത നമുക്ക് ഖേദവും നിരാശയും നഷ്ടബോധവും മാത്രമായിരിക്കും ജനിപ്പിക്കുക. നമ്മുടെ മനസ്സിന് ആകെ ഒരു ആദിയായിരിക്കും, പുകച്ചിലായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താണ് കാരണം? ഞാൻ ഇതൊക്കെ വിട്ടേച്ച് പോകേണ്ടി വരുമല്ലോ. കാരണം മരണചിന്ത അവൻ എത്തിക്കുന്നത്, അവന്റെ മനസ്സിനെ ബന്ധിപ്പിക്കുന്നത് ദുനിയാവിന്റെ സാഹചര്യങ്ങളുമായാണ്. തന്റെ കുടുംബത്തിനാരുണ്ട്, മക്കൾക്കാരുണ്ട്, എന്റെ ഈ കച്ചവടം ബിസിനസ് ഒക്കെ ആര് നോക്കി നടത്തും, ഇതിന്റെ അവസ്ഥ എന്തായി തീരും, ഇങ്ങനെയൊക്കെ ചിന്തകൾ ദുനിയാവുമായി ബന്ധപ്പെട്ട് കിടന്നാൽ അവന് നിരാശയായിരിക്കും, ഖേദമായിരിക്കും,
നഷ്ടബോധമായിരിക്കും ഫലം, കൂടുതലൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്ത നല്ലതായി തീരട്ടെ, നമ്മുടെ പരലോകത്തെക്കുറിച്ചായി തീരട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ എത്ര മഹനീയമാണ്, മഹത്തരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരു മനുഷ്യന് മരണം അടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ആ മരണമടുത്ത വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൂടെയുള്ള ഉറ്റവരും ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മരണപ്പെട്ടാൽ ആ മയ്യത്തിന് മേൽ നിർവഹിക്കേണ്ടതായ കാര്യങ്ങൾ, ബാധ്യതകൾ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഇസ്ലാമികമായ മര്യാദകളും ആദാബുകളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ. അതിൽ ചിലത് നിങ്ങളോട് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മരണം ആസന്നമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ചില കാര്യങ്ങൾ. ആ വ്യക്തി തനിക്ക് മൗത്തെടുത്തു കഴിഞ്ഞു. മരണം എപ്പോഴാണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുക എന്ന് നമുക്കൊന്നും തീരുമാനിക്കാൻ കഴിയില്ലെങ്കിലും ഭൗതികമായ സാഹചര്യങ്ങളിൽ രോഗം എന്നത് മരണത്തിന് ഒരു സന്ദേശകനാണ്, മരണത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പുകാരനാണ്. ഒന്നുകിൽ വാർദ്ധക്യം കഠിനമാകുമ്പോൾ, അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുമ്പോൾ അത് മരണത്തിലേക്ക് കലാശിക്കാം എന്ന് സാധ്യത ഒരു മനുഷ്യന് തോന്നുന്നുവെങ്കിൽ അവൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പ്രധാനമായും അവനെ ബാധിച്ച മുസീബത്തിൽ അവൻ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിന്റെ വിധിയിൽ ഖദാഇൽ തൃപ്തിപ്പെടുകയും മാത്രമല്ല പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അവൻ രോഗാവസ്ഥയിലായ മുസീബത്ത് പിണഞ്ഞാൽ അവൻ ഒരിക്കലും അക്ഷമനാകരുത്, നിരാശനാകരുത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അറ്റവനായി തീരരുത്. അള്ളാഹുവിൽ നല്ല വിചാരം, ഹുസ്നുദ്ദൻ ഉണ്ടാവുക. കഴിഞ്ഞ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകേണ്ടതുണ്ട്. അത് മരണം അടുക്കുന്ന വ്യക്തിക്ക് പ്രത്യേകമായി അത് കൂടുതലായി അവന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ച് സദ്വിചാരം ഉണ്ടാവുക, റബ്ബിന്റെ പാപമോചനം ആഗ്രഹിക്കുക, അവന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുക. മൂന്നാമതായി, ഒരിക്കലും മരണത്തെ കൊതിച്ചു പോകരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. എത്ര തന്നെ ദുരിത മുസീബത്തിൽ ഇറങ്ങിയാലും മരണത്തെ വിളിച്ചു വരുത്തരുത്, മരണത്തിനായി അള്ളാഹുവിനോട് ചോദിക്കരുത്, മരണം മോഹിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യതമന്നയന്ന അഹദും മിൻകുമുൽ മൗത്ത്. നിങ്ങളിൽ ഒരാളും തന്നെ മരണത്തെ മോഹിക്കരുത്, കൊതിക്കരുത്. ലിദുർരിൻ നസല ബിഹി, തന്നെ ബാധിച്ച ഒരു വിപത്തിന്റെ പേര് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഒന്ന് മരിച്ചെങ്കിൽ ഇവിടെ നിന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ച് സ്വയം വിലപിക്കുന്ന, മരണത്തെ കൊതിക്കുന്ന, അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന, നാശത്തിന് വേണ്ടി സ്വന്തം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അത് വലിയ അപകടമാണ്. അങ്ങനെ ചെയ്യരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ ബിൽ മൗത്ത്. മരണമല്ലാതെ വേറെ ഒന്നും തന്റെ മുന്നിൽ ഇല്ല എങ്കിൽ അവന് പറയാവുന്ന ഒരു പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിനോട് ഏറ്റവും ഖൈറായത് ചോദിക്കുക. കാരണം നന്മ അറിയുന്നവൻ അള്ളാഹുവാണ്. തന്റെ തുടർന്നുള്ള ജീവിതം തനിക്ക് നന്മയാണോ കൂടുതൽ ഷർറാണോ എന്ന് അറിയുന്നവൻ അള്ളാഹു തആലയാണ്. ഭാവിയെക്കുറിച്ച് അറിയുന്നവൻ, നമ്മുടെ വിധി നടപ്പിലാക്കിയവൻ, ആ അള്ളാഹു തആലയോട് ഖൈറിനെ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി. അല്ലാഹുവേ, എൻ്റെ ജീവിതം എനിക്ക് നന്മയായിരിക്കുന്ന കാലത്തോളം നീ എന്നെ ജീവിപ്പിക്കണമേ. വഇദാ കാനത്തിൽ വഫാതു വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. എനിക്ക് വഫാത്താണ് ഖൈറെങ്കിൽ എന്നെ നീ വഫാത്ത്, മരണം രേഖപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതും അന്തിമഘട്ടത്തിലാണ്. മനുഷ്യൻ തന്റെ മുന്നിൽ എല്ലാ വാതിലുകളും അടയപ്പെടുമ്പോൾ, ബാഹ്യമായ ഒരു സാധ്യതകളും തുറന്നു വരാതിരിക്കുമ്പോൾ, ഒപ്പം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഏതാണ് നന്മയെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. അള്ളാഹുവിന് നന്മയായി വിധിക്കുന്നു. ജീവിക്കലാണ്, തുടർ ജീവിതമാണ് അവന് നല്ലതെങ്കിൽ അള്ളാഹുവിന് ഹയാത്ത് രേഖപ്പെടുത്തും. കാരണം തൗബ ചെയ്യാനുള്ള, ഹസനാത്തുകൾ ചെയ്യുവാനുള്ള അവസരമാണ് അവന്റെ ഹയാത്തിലൂടെ നൽകുന്നത്. നന്മകൾ ഇനിയും ചെയ്യുവാൻ, പശ്ചാത്തപിക്കുവാൻ, പാപങ്ങൾ കഴിയുവാനുള്ള അവസരം അവന്റെ ആയുസ്സിലൂടെ വീണ്ടും അവന് ലഭിക്കുന്നു. അത് വലിയൊരു നേട്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊന്ന്, നാലാമതായി മരണമാസന്നമായ വ്യക്തി ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ എന്തെങ്കിലും കൊടുത്തു കിട്ടുവാനുണ്ടെങ്കിൽ അത് കൊടുത്തു കിട്ടുക. മറ്റുള്ളവരുടെ ഹക്ക് നമ്മുടെ പിരടിയിലായി കൊണ്ടൊരിക്കലും നമ്മൾ മരണത്തെ ഒഴുകേണ്ട അവസ്ഥ വരരുത്. അമാനത്തുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നിറവേറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് കാണാം. മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ ലി അഖി. ആരുടെയെങ്കിലും മേൽ തന്റെ സഹോദരൻ്റെതായ ഒരു മദ്ലിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരൻ നൽകേണ്ട ഒരു ഹക്ക്, ഒരു അവകാശം, ഒരു ബാധ്യത, അല്ലെങ്കിൽ അവനോട് ചെയ്തു പോയ ഒരു അക്രമം, അത് അവനിൽ നിന്ന് മുക്തമാക്കേണ്ടതുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയതഹല്ലലു മിൻഹ. അതിൽ നിന്ന് അവൻ എത്രയും വേഗം മുക്തനായിക്കൊള്ളട്ടെ. തഹല്ലുലാകണം എന്നാണ്, ഒഴിവാകണം. കാരണം ഫഇന്നഹു ലൈസ തമ്മ ദീനാറു വലാ ദിർഹം. അവിടെ പരലോകത്ത് ദീനാറും ദിർഹമും ഉണ്ടാവുകയില്ല കൊടുത്ത് സമാധാനിപ്പിക്കുവാൻ, അവകാശങ്ങൾ നിറവേറ്റുവാൻ പരലോകത്ത് പിന്നെ അവസരമില്ല.
അതുകൊണ്ട് തന്നെ ഫഇന്നഹു ലൈസ സമ്മ ദീനാറു വലാ ദിർഹമുൻ, ദീനാറും ദിർഹമും ഇല്ലാത്ത അവിടെ മിൻ ഖബലി അൻ യുഖദ ലി അഖീഹി മിൻ ഹസനാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദീനാറും ദിർഹമും ഇല്ലാത്ത ആ സ്ഥലത്ത് വെച്ച് തൻ്റെ സഹോദരന്റെ നന്മകളിൽ നിന്ന് എടുക്കപ്പെടും. ഹക്ക് ആർക്കാണോ കൊടുക്കാനുള്ളത് ആ കൊടുക്കാനുള്ള വ്യക്തിക്ക് ഈ വ്യക്തിയുടെ നന്മകളിൽ നിന്നും എടുത്തു നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫഇൻ ലം യകുൽ ലഹു ഹസനാതുൻ, ഇനി ഈ വ്യക്തിക്ക് ബാധ്യതകൾ നിറവേറ്റേണ്ട വ്യക്തിക്ക് നന്മകളൊന്നും ശേഷിക്കുന്നില്ല എങ്കിൽ ഉഖിദ മിൻ സയ്യിആതി അഖി, തൻ്റെ സഹോദരന്റെ സയ്യിആത്തുകൾ ഇവന്റെ മേൽ ചാർത്തപ്പെടും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആരുടെയെങ്കിലും മേൽ ഹക്ക് ഇടപാടുകൾ ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മേൽ നമ്മുടേതായ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുവാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ നന്മകൾ എടുത്ത് ആ വ്യക്തിക്ക് നൽകപ്പെടും. ഇനി നമ്മുടെ ഭാഗത്ത് നന്മകളൊന്നും ഇല്ല എങ്കിൽ അയാളുടെ തിന്മകൾ നമ്മുടെ ഭാഗത്തേക്ക് വെക്കപ്പെടും, അയാൾ ആ തിന്മകളിൽ നിന്ന് ഒഴിവാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരൻ, അതുകൊണ്ട് അത്തരം ബാധ്യതകൾ ഉണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാട് പ്രധാനമാണ്. ആരുടെയെങ്കിലും സമ്പത്ത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ, കടബാധ്യതയാണെങ്കിലും ശരി, സഹോദരങ്ങൾ കൊടുത്തു കിട്ടുവാനുള്ള പരിശ്രമം ഉണ്ടാകണം, ആത്മാർത്ഥത നമ്മിൽ ഉണ്ടാകണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, അള്ളാഹുവിന്റെ മുന്നിൽ കൈനീട്ടണം. അത് വളരെ അല്പം ദീർഘമായി തന്നെ പറയേണ്ട ഒരു വിഷയം കൂടിയാണ് കടബാധ്യതയും കടമിടപാടും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതല്ലാത്ത അപഹരിച്ച സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഗൗരവം ഒന്നുകൂടി ഗൗരവം ഏറെയാണ്. ആരുടെയെങ്കിലും മുതലുകൾ അന്യായമായി നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മോഷ്ടിച്ചിട്ടോ അപഹരിച്ചിട്ടോ അന്യായമായി കവർന്നെടുത്തിട്ടോ കബളിപ്പിച്ചിട്ടോ ഒക്കെ നമ്മൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തഹല്ലുലാകേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം ഈ പറഞ്ഞ താക്കീത് ഒരു വേള നഊദു ബില്ലാഹി അദീം നമ്മുടെ മേൽ ഉണ്ടായിരിക്കാം. നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുന്ന, നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ കർമ്മങ്ങളൊക്കെ മറ്റൊരു കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കുറേ തിന്മകൾ നമ്മൾ പേരേണ്ടി വരിക. അതെന്തൊരു ദുരന്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, അഞ്ചാമതായി മരണം ആസന്നമായ വ്യക്തി ചെയ്യേണ്ടത്, സമ്പത്തിൽ വിശാലതയുണ്ടെങ്കിൽ, സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ വസിയത്ത് ചെയ്യൽ ഏറെ പ്രബലമായ സുന്നത്താണ്. അയാൾ വസിയത്ത് ചെയ്യാൻ അയാളുടെ പരലോകത്തിന് ഗുണമാണ്. സമ്പത്തിന്റെ മൂന്നിലൊന്നിൽ, പരമാവധി മൂന്നിലൊന്നിൽ കൂടാതെ അയാൾക്ക് വസിയത്ത് ചെയ്യാം. മൂന്നിലൊന്നിൽ കുറയിലാണ് നല്ലത്. അനന്തര അവകാശികൾക്ക് എന്തെങ്കിലും അവന്റെ സമ്പത്തിൽ അവരുടെ ഹക്ക് അവിടെ നിലനിർത്തിക്കൊണ്ട് വസിയത്ത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കൾക്ക്, രക്തബന്ധമുള്ള ആളുകൾ, അവർക്ക് അനന്തര സ്വത്ത് ഉണ്ടാകില്ല. അനന്തര സ്വത്ത് നേരിട്ടെടുക്കുന്ന ആളുകളുണ്ട്. അവരല്ലാത്ത അടുത്ത ബന്ധുക്കൾക്ക് ചിലപ്പോൾ പാവപ്പെട്ട ആളുകളുണ്ടാകും, സ്വന്തം രക്തത്തിലുള്ളതാണ്, അടുത്ത ബന്ധുക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്, പക്ഷെ അവർക്ക് അനന്തര സ്വത്തില്ല. അനന്തര സ്വത്ത് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷെ അവർ ദുനിയാവിന്റെ വിഷയത്തിൽ കഷ്ടപ്പെടുന്നവരാണ്, അവർ വേണ്ടപ്പെട്ടവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ അയാൾ എന്തെങ്കിലും വസിയത്ത് ചെയ്യൽ ഏറെ പ്രബലമായ സുന്നത്താണ്. അയാളുടെ പരലോകത്തിനത് ഏറെ പ്രതിഫലാർഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അനന്തരാവകാശങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനന്തരാവകാശം ആ സ്വത്ത് വീതം വെക്കേണ്ടത് വസിയത്തുണ്ടെങ്കിൽ വസിയത്ത് മാറ്റിയതിനു ശേഷമാണ് എന്ന് കാണാം. ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് വസിയത്തുണ്ടെങ്കിൽ അത് ചെയ്യുക. എത്രയോ ആളുകൾ ധാരാളം സമ്പത്തുണ്ടായിരിക്കും, മരണപ്പെടുമ്പോൾ ഈ ഒരു കർമ്മം പലരും ചെയ്യാറില്ല. തൻ്റെ സന്താനങ്ങൾക്കും തൻ്റെ വീട്ടുകാർക്കും പാർക്കാനും അവർക്ക് ജീവിക്കുവാനും വേണ്ട തലമുറകൾ ജീവിക്കാനുള്ള സ്വത്തുണ്ടാകും. പക്ഷേ എന്നാൽ കുടുംബത്തിൽ തന്നെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാകും, ഒരു തുണ്ട് ഭൂമിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും. പക്ഷെ അവരെയൊന്നും പലരും പരിഗണിക്കാറില്ല. അത് ശരിയല്ല. വസിയത്ത് ചെയ്യൽ ഏറെ പ്രബലമായ ഒരു കർമ്മമാണ്, ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും വസിയത്ത് ചെയ്യണമെന്ന തീരുമാനമുണ്ടെങ്കിൽ അത് എഴുതിയിട്ടല്ലാതെ 3 രാത്രികൾ അയാളിൽ കടന്നു പോകരുത് എന്നാണ്. അതുകൊണ്ട് വസിയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണം. അതുപോലെ തന്നെ 6-മതായി രോഗശമനം. എത്ര പ്രയാസമായെന്നാലും മരണാസന്നായവന് ശിഫ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. ചികിത്സ, അനുവദനീയമായ ചികിത്സകൾ നടത്താം, പ്രാർത്ഥിക്കാം. ഇതൊന്നും യാതൊരു തെറ്റും ഇല്ലാത്ത കാര്യമാണ്. അത് ശർഇൽ അംഗീകരിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ 7-മതായി മരണം വളരെ അടുത്തു കഴിഞ്ഞാൽ, അയാൾ മരണം മുന്നിൽ കാണുകയാണെങ്കിൽ, മരിക്കുമെന്ന് ഉറപ്പായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കണമേ, എന്നെ അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം നീ ചേർക്കണമേ എന്ന പ്രാർത്ഥന. കാരണം മരണം ഉറപ്പായപ്പോൾ, തന്റെ മുന്നിൽ മരണം എത്തിയെന്ന് അയാൾക്ക് ബോധ്യപ്പെടുമ്പോൾ അയാൾക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അവിടുത്തെ അവസാനത്തെ പ്രാർത്ഥന ഇതായിരുന്നു. അവിടുത്തെ വിരലുകൾ ആകാശത്തിലേക്ക് ഉയർന്നിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് മാപ്പ് തരണമേ, വർഹംനി, എന്നോട് റഹ്മത്ത് കാണിക്കണമേ,
വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം. ആരാണ് അത്യുന്നതരായ കൂട്ടുകാർ? നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച സംതൃപ്തരായ ആളുകൾ. ആ ഉന്നതരോടൊപ്പം എന്നെയും നീ ചേർക്കണമേ, അവരുടെ പദവിയിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന ഒരു ദുആയാണ് ഇത്. ആ ഏറ്റവും അവസാനം നമ്മുടെ നാവിൽ ഉണ്ടാകട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ. അത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാചകം, ഒരാൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ അവസാനം പറഞ്ഞു മരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിഞ്ഞവനാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം മനസ്സിലായവനാകണം. എത്ര തന്നെ തിന്മകൾ ചെയ്തവനാണെങ്കിലും ആ തൗഹീദിന്റെ വചനം അവന് തണലാകും, തുണയാകും, പരലോകത്ത് വിജയമാകും എന്നത് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് അറിയുന്ന, അതിന്റെ ആശയം അറിയുന്ന, പൊരുളറിയുന്ന നമ്മൾ പറഞ്ഞാൽ എന്തായാലും ബിഇദ്നില്ലാഹി തആല അത് നമുക്ക് ഉപകാരമാണ്, നേട്ടമാണ്. അത് പറയുവാൻ കൂടി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മരണമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം കലിമത്ത് തൗഹീദ് പറഞ്ഞ് ഇവിടെ പറയുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനുള്ള തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മരണം പ്രതീക്ഷിക്കുന്ന അടുത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത്. നമ്മുടെ എല്ലാം അവസ്ഥ എപ്പോഴാണ് മാറി മറിയുക എന്ന് നമുക്കറിയുകയില്ലല്ലോ. ഇതെല്ലാം ദീനിൻ്റെ അധ്യാപനങ്ങളാണ്. ഇന്നലകളിൽ ആരോഗ്യമുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് രോഗികളാണ്. സ്വന്തമായി ഭക്ഷണം കഴിച്ചിരുന്നവർ, സ്വന്തമായി യാത്ര ചെയ്തിരുന്നവർ, അവർക്ക് കിടപ്പ് രോഗികളാണ്. മറ്റുള്ളവരുടെ സഹായത്തിൽ ഇന്ന് ചികിത്സിക്കപ്പെടുകയാണ്. തങ്ങളുടെ മക്കളോ ഭാര്യയോ അവർക്ക് കഞ്ഞി കോരി കൊടുക്കുന്ന അവസ്ഥയിലാണ്. അവരുടെ വിസർജ്യം പോലും മറ്റൊരാൾ വൃത്തിയാക്കേണ്ട രൂപത്തിലേക്ക് ശയ്യാവലംബികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദീനിന്റെ അധ്യാപനങ്ങളെ നമ്മൾ ഒരിക്കലും ചെറുതായി കണ്ടുകൂടാം. പ്രധാനം, വളരെ നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിന്റെ വിധിവിലക്കുകളാണ്. വിലപിക്കലോ ആർത്തട്ടസിക്കലോ അള്ളാഹുവിന്റെ ഖളായിൽ അതൃപ്തി പ്രകടിപ്പിക്കലോ ഒന്നുമല്ല ഒരു മുസ്ലിമിന് ഭൂഷണമായിട്ടുള്ളത്. നിരാശ ഒരിക്കലും പിടിപ്പെടാൻ പാടില്ല. നിരാശ എന്നുള്ളത് അവിശ്വാസികളുടെ, വഴികേടിലായ ആളുകളുടെ സ്വഭാവമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒരു മുമ്പിൽ ഒരിക്കലും നിരാശ പാടില്ല. പ്രതീക്ഷകളാണ് അവൻ്റെ മുന്നിലുള്ളത്, പ്രതീക്ഷകൾ. കാരണം അവൻ്റെ മുന്നിലുള്ളത്, അവനെ സഹായിക്കുവാനുള്ളത് എല്ലാത്തിനും കഴിവുറ്റ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ പ്രതീക്ഷിക്കുക, അവൻ്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരണം അടുത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവർ നിർവഹിക്കേണ്ടതായ ചില കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അതിൻ്റെ വിധിവിലക്കുകൾ വരുന്ന ഖുത്ബകളിൽ സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനമായും ഒരു വ്യക്തി രോഗിയായി കഴിഞ്ഞാൽ അയാൾ നമ്മൾ ഭൗതികമായ നമ്മുടെ വിധിയെടുത്ത് അയാൾ മരണപ്പെടാൻ ഇടയുണ്ട്, അത്രമേൽ രോഗിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഇന്ന് രോഗിയെ സന്ദർശിക്കുക എന്നത് അത് ഒരു മുസ്ലിമിനുള്ള ബാധ്യതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനുള്ള ഹക്കുകൾ പറയുന്നത്, അവകാശങ്ങൾ പറയുന്നത്, അവകാശം എന്ന് പറഞ്ഞ ഹക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സ്വതക്കയല്ല, മറിച്ച് ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രോഗിയായാൽ സന്ദർശിക്കുക. ഇദാ മരിദ ഫഖുദുഹു, അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക. ആ സന്ദർശനം അയാളെ പരിപാലിക്കുവാനും രോഗാവസ്ഥയിൽ അയാളെ സംരക്ഷിക്കുവാനും ആളുണ്ടെങ്കിൽ ആ സന്ദർശനം സുന്നത്താണ്. അയാളെ ആരും ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ ഇല്ല എങ്കിൽ ഉമ്മത്തിന് വാജിബാണ്. ഫർദുൻ അലൽ കിഫായ എന്നാണ് പണ്ഡിതന്മാർ അതിന് വിധി പറയാറുള്ളത്. സമൂഹത്തിൽ ആരെങ്കിലും, മുസ്ലിങ്ങൾ ആരെങ്കിലും നിർവഹിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാവരും കുറ്റക്കാരാണ്. ഒരാൾ രോഗിയാണ്, ബുദ്ധിമുട്ടുന്നുണ്ട്, അയാളെ പരിചരിക്കാൻ ആളില്ല എങ്കിൽ, അയാൾക്ക് ഭക്ഷണം കൊടുക്കാനും അയാൾ വൃത്തിയാക്കുവാനും അയാളെ ഉടുപ്പിക്കുവാനും ആളില്ല എങ്കിൽ ആ ഉമ്മത്ത് മുഴുവൻ കുറ്റക്കാരായിത്തീരും. അയാളെക്കുറിച്ച് ഇങ്ങനെ ഒരു രോഗിയുണ്ട് എന്ന വിവരം ലഭിച്ച എല്ലാവരും അതിൽ കുറ്റക്കാരാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനമാണ്, ഹക്കാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുള്ള ഹക്കായിട്ട് പഠിപ്പിക്കുന്നത്. അതേസമയം അയാൾക്ക് വീട്ടുകാരും ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ ഒരു ബാഹ്യമായ സന്ദർശനം നടത്താൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. അങ്ങനെ സന്ദർശിച്ചാൽ മലക്കുകൾ അയാൾക്ക് വേണ്ടി സന്ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഹദീസുകളിൽ കാണാം. പാപമോചനത്തിനും റഹ്മത്തിനുമായി ആ സന്ദർശകന് വേണ്ടി ദുആ ചെയ്യും. അയാളുടെ കയ്യിൽ, അയാളുടെ തലയിൽ നമ്മുടെ കൈവച്ച് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
اللهم رب الناس اذهب الباس واشف انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ പലർക്കും പരിചിതമായിരിക്കും. അറിയാത്തവരത് പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന് തലയിൽ കൈവച്ചുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. മഹത്തായ അർശിന്റെ റബ്ബിനോട്, അതിമഹാനായ റബ്ബിനോട് ഞാൻ നിനക്ക് ശമനം കിട്ടുവാൻ ചോദിക്കുന്നു, അള്ളാഹുവിനോട് തേടുന്നു എന്ന പ്രാർത്ഥന. അത് 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന സുന്നത്തുണ്ട്. പിന്നൊരു ആശ്വാസം, ഒന്നും പ്രശ്നമില്ല, സാരാക്കണ്ട, അതൊക്കെ മാറും എന്നൊരു ആശ്വാസം, ഒരു മനസ്സിനൊരു കരുത്ത് കൊടുക്കുക. അതുപോലും പുണ്യമെന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ അവൻ്റെ അടുത്ത് പോയിട്ട് കുറ്റപ്പെടുത്തലുകളോ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവൻ്റെ രോഗം വർദ്ധിപ്പിക്കുന്ന, അവനെ ടെൻഷൻ അടിപ്പിക്കുന്ന, ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. ദുനിയാവിൽ നീ പോയാൽ എന്താവും കാര്യങ്ങളൊക്കെ ആകെ, അങ്ങനെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അവനെ ആശ്വസിപ്പിക്കുക, തളർത്താതെ കൂടെ ഉണ്ടാകും എന്ന ഒരു ബോധ്യം ഒരു മുഅ്മിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക. പരലോക ചിന്തയിൽ ഉണ്ടാക്കുക. തൗബ ചെയ്യുവാനും വസിയത്തുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ സമ്പന്നനാണെങ്കിൽ വസിയത്ത് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. കാരണം അത് അവൻ്റെ ഖബറിലേക്ക് കിട്ടാനാണ്. വസിയത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക, തൗബ ചെയ്യാൻ, നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക എന്ന് നമുക്ക് ആ ഒരു മരണം അടുത്ത മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ മറ്റൊന്ന് തൽക്കീൻ ചെയ്തു കൊടുക്കാം. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയായി തൽക്കീൻ എന്ന് പറഞ്ഞ ആളുകൾ പ്രചരിപ്പിക്കുന്നത് മരിച്ച മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചിട്ടോ വെക്കുന്നതിന് മുമ്പോ അടുത്ത് പോയി ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അതല്ല. അല്ലെങ്കിൽ മയ്യത്തിനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കീൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ്. അതല്ല തൽക്കീൻ, അതല്ല സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്. നബിയോ സഹാബത്തോ അത് പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പറയാൻ കഴിയുമായിരുന്നല്ലോ, പക്ഷെ അവരാരും അത് വേണ്ടിയിട്ടില്ല. ജനാസയുടെ സന്നിധിയിൽ മൗനം ദീക്ഷിക്കലാണ് സുന്നത്തായിട്ടുള്ളത്. അത് കുറക്കെ തക്ബീർ വിളിച്ചുകൊണ്ടും അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടും പോകലല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായമാണ്, തെറ്റായ ബിദ്അത്താണ്. അത് പാടുള്ളതല്ല. മറിച്ച് തൽക്കീൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ്, മരണം അടുത്ത് കിടക്കുന്ന മനുഷ്യനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ടാകട്ടെ അവൻ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നത്. അതാണ് തൽക്കീൻ, ശർഇൽ പഠിപ്പിക്കപ്പെട്ട തൽക്കീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീനു മൗതാകും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങളിലെ മൗതകൾക്ക്, അഥവാ മരണം അടുത്തവർക്ക് തൽക്കീൻ ചെയ്തു കൊടുക്കുക. അവിടെ മൗത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരണം അടുത്ത ആളുകളെ മയ്യത്ത് എന്ന രൂപത്തിലാണ് വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ ഇതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. തീർച്ചയായും താങ്കൾ മയ്യിത്താണ്, അവരും മയ്യിത്തുകളാണ്, പക്ഷെ മരിച്ചിട്ടില്ല. മരണം അടുത്ത ആളുകളാണ്, ഏത് സമയം മരിക്കേണ്ടവരാണ്. ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരണം അടുത്തവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് മരിച്ച മയ്യത്തിനെ ഖബറിൽ അടക്കിയതിന് ശേഷം അടുത്ത് പോയി ഇരുന്നിട്ട് ഇപ്പോൾ മലക്ക് വരും, അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, റബ്ബാരാണെന്ന് ചോദിച്ചാൽ റബ്ബാരാണെന്ന് പറഞ്ഞു കൊടുക്കണം, ദീൻ ഇസ്ലാമാണെന്ന് പറയണം, നബി മുഹമ്മദ് അലൈഹി ഇസ്ലാം എന്ന് പറയണം. ഇതൊക്കെയാണ്, അത് തെറ്റായ നടപടിയാണ്, പുത്തൻ ആചാരങ്ങളിൽപ്പെട്ടതാണ്. മറിച്ച് മരണപ്പെടുന്നതിന് മുമ്പാണ് ആ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, പ്രവർത്തിക്കുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വേള കാഫിറാണെങ്കിൽ പോലും, കാഫിറിന്റെ അടുത്താണെങ്കിൽ പോലും നമുക്ക് ചെല്ലുവാനും ഇസ്ലാമിനെ കുറിച്ച് പറയുവാനും സാധിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവാൻ അവനോട് ആവശ്യപ്പെട്ടാൽ അത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. ചില സംഭവങ്ങൾ നമുക്ക് കാണാം. ജൂതനായ ഒരു പയ്യൻ മരണാസന്നനായി കിടന്നപ്പോൾ അവനോട് അസ്ലിം, ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചു. അപ്പോൾ ആ പയ്യൻ അയാളുടെ ജൂതനായ വാപ്പയുടെ മുഖത്താണ് നോക്കിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതി അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ മുഹമ്മദ് നബി അംഗീകരിക്കുക, നീ അനുസരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ നജ്ജാഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് അവനെ രക്ഷിച്ച അല്ലാഹുവിനെ സ്തുതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അത് നമുക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ, നമ്മുടെ നാടും സാഹചര്യമൊക്കെ നമുക്കറിയാം, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഒരു മുസ്ലിമിനെ നമുക്ക് സത്യം പറഞ്ഞു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും നല്ല പര്യവസാനം അല്ലാഹു നമുക്കെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി നമ്മയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും എല്ലാം സ്വീകരിക്കുന്ന, തൃപ്തിപ്പെടുന്ന ആളുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളിൽ അല്ലാഹു വെളിച്ചമേകുമാറാകട്ടെ. നമ്മയും അവരെല്ലാം അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.